ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ ഫോറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഒരു ഹാൻഡ് വാഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോർമലി കടയിൽ കിട്ടുന്ന ഒരു ഹാൻഡ് വാഷ് അല്ലത്, കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതൊരു ഹോം മെയ്ഡ് ഹാൻഡ് വാഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഹാൻഡ് വാഷിനോടൊപ്പം തന്നെ നമ്മൾ ലിക്വിഡ് സോപ്പും ചെയ്യുന്നുണ്ട്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തി ഈ ലിക്വിഡ് സോപ്പായി മാറും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്നെ വിളിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഈ ഹാൻഡ് വാഷ് ലിക്വിഡ് സോപ്പും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സോപ്പാണ്, പിന്നെ വേണ്ടത് ഗ്ലിസറിൻ. ഇനി നമ്മൾ ഹാൻഡ് വാഷായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഡെറ്റോൾ ആവശ്യമാണ്. പിന്നെ വെള്ളം, ഇതിൻ്റെ ക്വാണ്ടിറ്റി 2 ലിറ്റർ വെള്ളം. സോപ്പ് 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഗ്ലിസറിൻ വേണ്ടത് 2 ടീസ്പൂൺ, ഡെറ്റോൾ 2 ടീസ്പൂൺ. ഹാൻഡ് വാഷിന് വേണ്ടി മാത്രം ഡെറ്റോൾ മതി. സോപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ, ലിക്വിഡ് സോപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡെറ്റോളിൻ്റെ ആവശ്യമില്ല. ഈ സോപ്പിൻ്റെ കാര്യം ഒന്ന് പറയാം. സോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കട്ടിയുള്ള സോപ്പാണ് നല്ലത്. എന്നുവെച്ചാൽ പെട്ടെന്ന് അലിയുന്ന സോപ്പുകൾ ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. പെട്ടെന്ന് അലിയുന്ന സോപ്പ് ചെയ്താൽ അത്ര സക്സസ് ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ടുള്ള സോപ്പുകൾ, പെട്ടെന്ന് അലിയാത്ത സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത്രയൊക്കെ മതി നമ്മുടെ ലിക്വിഡ് സോപ്പ്, അതോടൊപ്പം തന്നെ ഹാൻഡ് വാഷിനും. അപ്പോൾ നമുക്ക് ഈ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ സോപ്പൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ സോപ്പൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സോപ്പൊന്ന് ഗ്രേറ്റ് ചെയ്യാം. സോപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പാത്രം വെച്ചു, നമുക്കിനി വെള്ളം ഒഴിക്കാം. നമുക്ക് പാത്രം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പാത്രമാണെങ്കിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നാലേ ആ സോപ്പിൻ്റെ ആ കണ്ടൻ്റ് എല്ലാം പോവുള്ളൂ. വെള്ളം ഒന്ന് ചൂടാവട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സോപ്പ് ഗ്രേറ്റ് ചെയ്തത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഫുൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടത്തില്ല. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ അലിഞ്ഞ് കിട്ടണം. ശകലം പോലും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇതൊന്ന് അലിയട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് സോപ്പെല്ലാം നല്ല രീതിയിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് ഇതൊന്ന് സ്മൂത്ത് ആവാനും തിക്ക് ആവാനും വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇളക്കാം, മൊത്തം ഒന്ന് ആവാനായിട്ട്. നിങ്ങളിത് ഹാൻഡ് വാഷിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഡെറ്റോൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഡെറ്റോൾ ആഡ് ചെയ്യണം. ഡെറ്റോളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് കഴിയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് 2 ആക്കുകയാണ്. ഒരു ലിറ്റർ നമുക്ക് ഹാൻഡ് വാഷും ഉണ്ടാക്കാം, 1 ലിറ്റർ നമുക്ക് ലിക്വിഡ് സോപ്പും ആക്കാം. അപ്പോൾ ഹാൻഡ് വാഷിന് ഉപയോഗിക്കുന്ന പോർഷനിൽ നമുക്ക് അഡീഷണലായിട്ട് ഡെറ്റോളും കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് 2 ആക്കുന്നത്. ലിക്വിഡ് സോപ്പിന് ഡെറ്റോളിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് 2 ആക്കിയാണ് നമ്മളിപ്പോൾ. ഇനിയിപ്പോൾ ലിക്വിഡ് സോപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഇത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ട് 2 ടീസ്പൂൺ ഡെറ്റോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് 2 ആക്കി. 1 ലിറ്റർ ഹാൻഡ് വാഷും 1 ലിറ്റർ ലിക്വിഡ് സോപ്പും. ഹാൻഡ് വാഷിലേക്ക് നമ്മൾ ഡെറ്റോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഡെറ്റോളെ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളത് നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി 2 ലിറ്ററിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മൾ 1 ടീസ്പൂൺ ഡെറ്റോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഏകദേശം ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ വേണം ഇത് സെറ്റാവാൻ. അപ്പോൾ ഇത് സെറ്റാക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 10 മണിക്കൂറോളമായി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഹാൻഡ് വാഷാണ്, നല്ല കട്ടിയായിട്ടുണ്ടത്. നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലിക്വിഡ് സോപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷും ലിക്വിഡ് സോപ്പും നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. നല്ല തിക്കായിട്ടുണ്ട് സാധനം. ഞാൻ അതുപോലെ ഡെറ്റോൾ ആഡ് ചെയ്തിട്ടില്ല.
നമുക്ക് കുളിക്കാനായിട്ടാണ് ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുന്നത്. നല്ല കോസ്റ്റ്ലി ഒരു ഐറ്റമാണ് ലിക്വിഡ് സോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ഡെറ്റോളോട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നമുക്ക് 2 കുപ്പിയിൽ മാറ്റാം. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ലിക്വിഡ് സോപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മുടെ കയ്യിൽ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, നമുക്ക് അതിലേക്ക് മാറ്റാം. ഒരു ഫണൽ ഉപയോഗിച്ച് മാറ്റാം. ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കാണാം. നമുക്ക് കുപ്പി ഫുൾ ഒഴിക്കണ്ട, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഏകദേശം ഫില്ലായി. ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ഇതൊരു വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇത് ബാക്കിയുള്ളത് ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പാണ്. അത് നമുക്ക് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇതിനകത്ത് നമ്മൾ ഡെറ്റോൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മളുണ്ടാക്കിയ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് കൈ കഴുകി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാലേ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് വാഷ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടുന്നത് സോപ്പാണ്. ഞാനൊരു 100 ഗ്രാം സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഗ്ലിസറിനാണ്. ഇത് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണാണ് ഗ്ലിസറിന് വേണ്ടുന്നത്. ഡെറ്റോൾ നമുക്ക് ഹാൻഡ് വാഷിന് വേണ്ടി മാത്രം ഡെറ്റോൾ മതി. ഡെറ്റോൾ 1 ടീസ്പൂൺ മതി. ഡെറ്റോൾ വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളത് 1 ലിറ്ററാണ്. ഇത് മാക്സിമം വെള്ളം 1 ലിറ്റർ എടുത്താൽ മതി. അതിൽ കൂടണ്ട വെള്ളം. ഇതിൽ കുറച്ച് വെള്ളം എടുത്താലും കുഴപ്പമില്ല. 1 ലിറ്റർ കൂടുതൽ വെള്ളം കൂടാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ വെള്ളം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നത്. ഒരുപാട് കട്ടിയാവത്തില്ല. ഒരു മീഡിയം പരുവത്തിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. നമ്മളിനി ഈ സോപ്പൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നേരത്തെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രഷ് സോപ്പ് വേണമെന്നില്ല. നമ്മുടെ പഴയ സോപ്പിൻ്റെ അധികം വരുന്നത് ഒക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഹാർഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക, അതാണ് ബെറ്റർ. നമ്മളെല്ലാം ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ ഈ കത്തിയെല്ലാം കഴുകേണ്ടതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് മാറ്റണം. നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നഗരുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് തെറിച്ച് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കുഴമ്പ പരുവത്തിൽ നമുക്ക് കിട്ടണത്. നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പച്ചവെള്ളം, ചൂടുവെള്ളമൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പച്ചവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചു. അത് പതുക്കെയാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തു വെള്ളം. നമ്മളിനി ഇത് ഒരു കപ്പിലേക്ക് മാറ്റും. കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് ഒരു ശകലം പോലും കട്ടയില്ല. ഈ രീതി കിട്ടണം നമുക്ക്. ഇനി നമ്മുടെ ജാറിൽ കുറച്ച് ഉണ്ട്. അത് നമ്മൾ കുറച്ചൊരു മീഡിയം ചൂടുവെള്ളം ഒഴിച്ച് ജാറൊന്ന് ക്ലീൻ ചെയ്ത് ഇതിലോട്ട് ഒഴിക്കും. 1 ഗ്ലാസ് വെള്ളം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ആദ്യം മിക്സിയിൽ ഒഴിക്കാൻ ഉപയോഗിച്ച പച്ചവെള്ളവും അതിനുശേഷം നമ്മൾ കുറച്ച് ബാക്കി വരുന്ന വെള്ളം ചൂടാക്കിയിരുന്നു. ഇനി നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളം മൊത്തം ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ആവണത്. നമ്മൾ ആ 1 ലിറ്റർ വെള്ളം മൊത്തം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. പച്ചവെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. നല്ലപോലെ നേർത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു പാലിൻ്റെയൊക്കെ ഒരു തിക്നെസ്. ഇതിലേക്ക് നമ്മൾ ഒരു അടപ്പ് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണം. ഡെറ്റോൾ ഒരു ആൻറ്റിസെപ്റ്റിക് ആണെന്ന് നമുക്കറിയാം. ആ ഒരു ആൻറ്റിസെപ്റ്റിക് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറ്റോൾ യൂസ് ചെയ്യുന്നത്. ഒരടപ്പ് ഡെറ്റോൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ തണുക്കാൻ വെക്കുകയാണ്. ഇത് നമ്മുടെ നോർമൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചറിലേക്ക് എത്തണം. ആ ഒരു സമയം നമുക്ക് വേണം. ഏകദേശം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ. നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടനുസരിച്ചിട്ട് കുറച്ച് ചൂട് കൂടുതലാണെങ്കിൽ 1 മണിക്കൂർ വേണം. എന്നാലും നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തണം. അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിൽ കൂടുതലെടുത്തു. നമുക്ക് നോക്കാം. അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമുക്ക് നമ്മളുണ്ടാക്കിയ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കൈ കഴുകി നോക്കാം. പക്ഷെ നല്ല പതയുണ്ട്. നല്ല കുറച്ചെടുത്തതേ ഉള്ളൂ. ഇത്രയും മതി. നമുക്ക് ഇത്രയും ലൂസ് ആവുന്നതാണ്. ഒരുപാട് കട്ടിയാവേണ്ട കാര്യമില്ല. കുറച്ചേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നല്ല പതയുണ്ട്. ആ ഒരു ഡെറ്റോളിൻ്റെ സ്മെല്ലും ഉണ്ട് ശകലം. കുറച്ച് ഡെറ്റോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം.